IT സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ് എത്തിയിരിക്കുന്നത്. ഹെക്സാവെയർ ടെക്നോളജീസ് അവരുടെ IPO ഓഫർ ചെയ്തിരിക്കുകയാണ്. അവർ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ അവരുടെ ആ IPOയുടെ ബാൻഡ് റേറ്റ് എത്രയാണ്, അതുപോലെ തന്നെ എന്നാണ് അവരുടെ IPO ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ്, എന്നാണ് അവസാനിക്കുന്നത്, ഈ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഒരു അനാലിസിസ്, അവരുടെ വീക്ക്നെസ് എന്താണ്, സ്ട്രെങ്ത് എന്താണ്, ഫ്യൂച്ചറിലെ ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, അതുപോലെ തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ അവരുടെ വളർച്ച എങ്ങനെയാണ്, ഇതെല്ലാമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഈ ഒരു കമ്പനിയുടെ ഷെയർ മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണൂ. ഞാൻ കരിഷ്മ, എല്ലാവർക്കും ഫ്രീഡം മലയാളം മണി ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഏകദേശം 35 വർഷമായിട്ട് ഡിജിറ്റൽ ടെക്നോളജി സർവീസ് മേഖലയിൽ വളരെ പവർഫുൾ ആയിട്ട് നിൽക്കുന്ന കമ്പനിയാണിത്. ഫെബ്രുവരി 12 അവരുടെ IPO ഡേറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ഈ ഒരു കമ്പനിയുടെ ഒരു ഓവർവ്യൂ നോക്കാം. ഇവർ എന്തൊക്കെ സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതൊക്കെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. 1990 ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് മുംബൈയിലാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ ഈ ഒരു കമ്പനി ഡിജിറ്റലി ഭയങ്കര ഡെവലപ്മെന്റ്സ് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഹെക്സാവെയർ ടെക്നോളജീസ് ഓൾറെഡി ഏകദേശം 28ഓളം രാജ്യങ്ങളിൽ അവരുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 31,000ഓളം ക്ലയന്റുകൾ ഇവരുടെ സർവീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം 500ഓളം കമ്പനികൾ ഇന്ത്യക്കുള്ളിൽ തന്നെ ഇവരുടെ ഈ ഒരു സർവീസ് ഇപ്പോൾ തന്നെ അവർ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഇവർ IPO ഇഷ്യൂ ചെയ്യുകയും ഇവർക്ക് കൂടുതൽ ഫണ്ട് ലഭിക്കുകയും ഈ ഒരു കമ്പനി എസ്റ്റാബ്ലിഷ് ആവുകയും ചെയ്യുമ്പോൾ കൂടുതൽ വിപുലമാകാനുള്ള, ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. IPO ഓഫറിംഗിലൂടെ ഈ കമ്പനി കൂടുതൽ വിപുലമാകാനാണ് സാധ്യത. ഇനി നമുക്ക് ഈ കമ്പനിയുടെ സർവീസ് ഓഫറിംഗ് എന്താണെന്ന് നോക്കാം. ഇവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് 5 ഏരിയാസിലാണ്. ഒന്നാമത്തേത് ഡിസൈൻ ആൻഡ് ബിൽഡ്, രണ്ടാമത്തേത് സെക്യൂർ ആൻഡ് റൺ, മൂന്നാമത്തേത് ഡേറ്റ ആൻഡ് AI, നാലാമത്തേത് ഒപ്റ്റിമൈസ്, അഞ്ചാമത്തേത് ക്ലൗഡ് സർവീസ്. ഈ ഒരു 5 സെക്ടർ ആയിട്ടാണ്, ഈ ഒരു 5 സർവീസ് മേഖലയായിട്ടാണ് ഈ ഒരു കമ്പനി പ്രധാനമായിട്ടും അവരുടെ സർവീസ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കമ്പനി മെയിൻ ആയിട്ട് 6 വെർട്ടിക്കൽ ഇൻഡസ്ട്രി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അത് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ഫിനാൻഷ്യൽ സർവീസ്, രണ്ടാമത്തേത് ഹെൽത്ത് കെയർ ആൻഡ് ഇൻഷുറൻസ്, മൂന്നാമത്തേത് മാനുഫാക്ചറിംഗ് ആൻഡ് കസ്റ്റമേഴ്സ്, നാലാമത്തേത് ഹൈടെക് ആൻഡ് പ്രൊഫഷണൽ സർവീസസ്, അഞ്ചാമത്തേത് ബാങ്കിംഗ്, ആറാമത്തേത് ട്രാവൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. ഈ ഒരു 6 മേഖലയിലാണ് അവർ പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു കമ്പനിയുടെ മൊത്തത്തിലുള്ള ഒരു ഓവർവ്യൂ ആണ്. അവർ എന്തൊക്കെ സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതുപോലെ എവിടേക്കാണ് അവരുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഏതൊക്കെ മേഖലയിലായിട്ടാണ് തിരിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കിയത്. ഇനി നമ്മൾ ഈ കമ്പനിയുടെ IPO ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. ഈ കമ്പനിയുടെ ഇഷ്യൂ സൈസ് വരുന്നത് 8,750 കോടി രൂപയാണ്. അതുപോലെ തന്നെ പ്രൈസ് ബാൻഡ് വരുന്നത് 674 രൂപ മുതൽ 708 രൂപ വരെയാണ് പെർ ഷെയറിന്. ഫേസ് വാല്യൂ വരുന്നത് 1 rupees പെർ ഇക്വിറ്റി ഷെയർ ആണ്. അതുപോലെ തന്നെ ലോട്ട് സൈസ് വരുന്നത് 21 ഷെയർ ആണ്. ഇനി നമുക്ക് IPO ഡേറ്റ്സ് നോക്കാം. IPO സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി 12, 2025 ആണ്. അതുപോലെ തന്നെ അവസാനിക്കുന്നത് ഫെബ്രുവരി 14, 2025 ആണ്. ഏകദേശം 2 ദിവസമേ ഉള്ളൂ. നിങ്ങൾ ഈ ഒരു IPO മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു ഷെയർ, ഈ കമ്പനിയുടെ ഷെയർ മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 12-നും 14-നും ഉള്ളിൽ മേടിക്കാൻ ശ്രമിക്കുക. ലിസ്റ്റിംഗ് ഡേറ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് ഫെബ്രുവരി 19, 2025 ആണ്. ഒരു കമ്പനി അവരുടെ IPO സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് അവർ ഇറങ്ങുമ്പോൾ, അവരുടെ IPO ഓഫർ ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടാവും. അതുപോലെ ഈ കമ്പനിയുടെ പർപ്പസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവർ മെയിൻ ആയിട്ട് ഈ ഒരു ഫണ്ട് ഉപയോഗിക്കുന്നത്, the fund will go to the selling shareholders, അതുപോലെ തന്നെ CA Magnum Holding. അത് മാത്രമല്ല ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട് റെഡ്യൂസ് ഇറ്റ് സ്റ്റേക്ക് ഫ്രം 95% ടു അപ്രോക്സിമേറ്റ്ലി 74.1% പോസ്റ്റ് IPO. ഇതാണ് ഇവരുടെ ഈ ഒരു IPOയുടെ പർപ്പസ്. നമ്മളൊരു IPO അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഒരു ഷെയർ മേടിക്കുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ആ കമ്പനിയുടെ കഴിഞ്ഞ കാലങ്ങളിൽ ആ കമ്പനിയുടെ വളർച്ച എങ്ങനെയാണെന്ന് അറിയുക എന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കമ്പനിയുടെ കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ അവരുടെ റവന്യൂ എത്രയായിരുന്നു, പ്രോഫിറ്റ് എത്രയായിരുന്നു, ഇതൊക്കെ അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കമ്പനിയുടെ റവന്യൂ, അതുപോലെ തന്നെ ഒരു പഴയകാല അനാലിസിസ് നമുക്ക് നടത്താം. അവരുടെ ഒരു ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം. 2021 ഈ കമ്പനിയുടെ ടോട്ടൽ റവന്യൂ വരുന്നത് 7,244.6 കോടി രൂപയാണ്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വരുന്നത് 784.8 കോടി രൂപയാണ്. നെറ്റ് പ്രോഫിറ്റ് മാർജിൻ വരുന്നത് 10.34%. അതുപോലെ തന്നെ 2022 ഇവരുടെ ടോട്ടൽ റവന്യൂ വരുന്നത് 9,378.8 കോടി രൂപയാണ്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വരുന്നത് 884.2 കോടി രൂപയാണ്. നെറ്റ് പ്രോഫിറ്റ് മാർജിൻ വരുന്നത് 9.43%. 2021-ഉം 2022-ഉം കമ്പയർ ചെയ്യുമ്പോൾ ഒരു വലിയ വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി നമുക്ക് 2023 അവരുടെ റവന്യൂ എങ്ങനെയാണെന്ന് നോക്കാം. 2023 അവരുടെ ടോട്ടൽ റവന്യൂ വരുന്നത് 15,389.1 ആണ്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വരുന്നത് 997.6 കോടി രൂപയാണ്. നെറ്റ് പ്രോഫിറ്റ് മാർജിൻ വരുന്നത് 9.60. അതായത് ഓരോ വർഷവും കഴിയുമ്പോൾ ഓൾറെഡി അവരുടെ കമ്പനിയിൽ ഗ്രോത്ത് തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു IPOയിലൂടെ അവരുടെ കമ്പനി കൂടുതൽ വളരാനാണ് സാധ്യത. ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഗ്രോത്ത് ഉണ്ടാകാനാണ് സാധ്യത. അവരുടെ റവന്യൂ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 19.5% 2021 മുതൽ 2023 വരെയുള്ള കാലയളവിൽ. അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി നോക്കുകയാണെങ്കിൽ സ്റ്റേബിൾ ആണ്, ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഫിറ്റബിലിറ്റിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ഇപ്പോൾ നമ്മൾ ഈ കമ്പനിയുടെ കഴിഞ്ഞ കാലങ്ങളിലെ ആ ഒരു പ്രോഫിറ്റബിലിറ്റി എങ്ങനെയാണെന്ന് നോക്കി. ഇനി നമുക്ക് ഈ കമ്പനിയുടെ കോമ്പറ്റീറ്റീവ് ലാൻഡ്സ്കേപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ കമ്പനിയുടെ കോമ്പറ്റീഷൻ ആയിട്ട് ഇപ്പോൾ നിലവിലുള്ള കമ്പനികൾ ഏതാണെന്നൊന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. ആദ്യം തന്നെ ഹെക്സാവെയർ ടെക്നോളജീസിന്റെ റവന്യൂ, നെറ്റ് പ്രോഫിറ്റ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. അവരുടെ റവന്യൂ വരുന്നത് 15,389.1 കോടി രൂപയാണ്. നെറ്റ് പ്രോഫിറ്റ് മാർജിൻ വരുന്നത് 9.60%. അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഏരിയ ഡിജിറ്റൽ ആൻഡ് ടെക്നോളജി സർവീസ് ആണ്. ഇനി നമുക്ക് ഇവരുടെ മെയിൻ കോമ്പറ്റീഷൻ ആയിട്ട് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് ടാറ്റ കൺസൾട്ടൻസി സർവീസ്. അവരുടെ റവന്യൂ വരുന്നത് 1,64,177 കോടി രൂപയാണ്. നെറ്റ് പ്രോഫിറ്റ് വരുന്നത് 20.67%. അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഏരിയ IT സർവീസസ് ആൻഡ് കൺസൾട്ടിംഗ് ആണ്. ഇനി അതുപോലെ തന്നെ അവരുടെ മറ്റൊരു കോമ്പറ്റീഷൻ ആണ് ഇൻഫോസിസ്. അവരുടെ റവന്യൂ വരുന്നത് 1,21,641 കോടി രൂപയാണ്. അവരുടെ നെറ്റ് പ്രോഫിറ്റ് വരുന്നത് 18.85%. ഫോക്കസ് ചെയ്യുന്ന ഏരിയ IT സർവീസസ് ആൻഡ് കൺസൾട്ടിംഗ് ആണ്. അതുപോലെ തന്നെ മറ്റൊരു കോമ്പറ്റീഷൻ സെക്ടറാണ് വിപ്രോ. വിപ്രോയുടെ റവന്യൂ വരുന്നത് 81,373 കോടിയാണ്. അവരുടെ നെറ്റ് പ്രോഫിറ്റ് വരുന്നത് 15.23. അവരും മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഏരിയ IT സർവീസസ് ആൻഡ് കൺസൾട്ടിംഗ് ആണ്. അപ്പോൾ ഈ ഹെക്സാവെയർ ടെക്നോളജി എന്നൊരു കമ്പനീന്റെ കോമ്പറ്റേറ്റീവ് ലാൻഡ്സ്കേപ്പ് എടുത്ത് നോക്കുമ്പോൾ ബാക്കിയുള്ള കമ്പനികൾ ഈ കമ്പനിയെക്കാളും വളരെയേറെ സ്ട്രോങ് ആണ്. നമുക്ക് അതിനെ ഒരു നെഗറ്റീവായിട്ട് പറയാൻ സാധിക്കും. കാരണം കോമ്പറ്റേറ്റീവ് ലാൻഡ്സ്കേപ്പ് മറ്റുള്ള കമ്പനികളെ വെച്ച് നോക്കുമ്പോൾ ഈ കമ്പനിയുടെ ഗ്രോത്ത് കുറവായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു കമ്പനിയുടെ സ്വാട്ട് അനാലിസിസ് നോക്കാം. ഈ കമ്പനിയുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, അതുപോലെ തന്നെ ഫ്യൂച്ചറിലെ ഓപ്പർച്യൂണിറ്റീസ് എന്താണ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഈ കമ്പനിയുടെ സ്ട്രെങ്ത് ആയിട്ട് നമുക്ക് ആദ്യം തന്നെ എടുത്തു പറയാൻ പറ്റുന്നതാണ് അവരുടെ ഗ്ലോബൽ പ്രസൻസ്. ഏകദേശം 28ഓളം കൺട്രിയിൽ ഓൾറെഡി അവർ ഇപ്പോൾ തന്നെ അവരുടെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ സ്ട്രെങ്ത് ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നതാണ് AI ഡ്രിവൻ സർവീസസ്, അതുപോലെ തന്നെ ഡൈവേഴ്സ് ഇൻഡസ്ട്രി വെർട്ടിക്കൽസ്. ഇനി നമുക്ക് അവരുടെ വീക്ക്നെസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവരുടെ വീക്ക്നെസ് ആയിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് എടുത്ത് പറയാൻ സാധിക്കുന്നത്. ആദ്യത്തേത് ഹൈ പ്രൊമോട്ടർ ഹോൾഡിംഗ്, രണ്ടാമത്തേത് മോഡറേറ്റ് പ്രോഫിറ്റ് മാർജിൻ. ഇത് രണ്ടുമാണ് ഈ ഒരു കമ്പനിയുടെ വീക്ക്നെസ് ആയിട്ട് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഈ കമ്പനിയുടെ ഫ്യൂച്ചറിലെ ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന കാര്യമാണ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ. ഗ്രോയിങ് ഡിമാൻഡ് ഫോർ ഡിജിറ്റൽ സർവീസസ് അക്രോസ് ഇൻഡസ്ട്രീസ്. അതായത് ഡിജിറ്റൽ സർവീസിന്റെ ഈ ഒരു ഡിമാൻഡ് കൂടുന്നത് തന്നെയാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് AI ജനറേഷൻ ആണ്. ഇപ്പോൾ AI ഇല്ലാതെ ഒന്നും തന്നെ ഇല്ല. ഇനി ഫ്യൂച്ചറിൽ AI തന്നെയാണ്, AI യുഗമാണ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ കണ്ടന്റ് ക്രിയേഷൻ ആയാലും എല്ലാത്തിനും നമ്മൾ യൂസ് ചെയ്യുന്നത് AI ആണ്. ഇവരുടെ AI ഇന്റഗ്രേഷൻ തന്നെയാണ് ഇവരുടെ ഫ്യൂച്ചറിലെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം. നമുക്കിനി ഈ കമ്പനിയുടെ ത്രെഡ്സ് എന്താണെന്നൊന്ന് അനലൈസ് ചെയ്യാം. നമ്മൾ മുകളിൽ ഒരു കാര്യം ഡിസ്കസ് ചെയ്തായിരുന്നു, ഇവരുടെ കോമ്പറ്റേറ്റീവ് ലാൻഡ്സ്കേപ്പ്. ഇവരുടെ കോമ്പറ്റീഷൻ ആയിട്ട് നിൽക്കുന്ന കമ്പനികളുടെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഈ കമ്പനികൾ തന്നെയാണ് ഈ കമ്പനിയുടെ ഒരു ത്രെഡ് ആയിട്ട് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കുന്നത്. കാരണം ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളുടെ കൂടെ മത്സരിച്ച് വേണം ഈ ഒരു കമ്പനിയുടെ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാൻ. പിന്നെ രണ്ടാമതൊരു ത്രെഡ് ആയിട്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന കാര്യമാണ് ഗ്ലോബൽ എക്കണോമിക് കണ്ടീഷൻ. ഇനി നമുക്ക് ഈ കമ്പനിയുടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം എന്താണെന്ന് നോക്കാം. 2025 ഫെബ്രുവരി 10 ഹെക്സാവെയർ ടെക്നോളജീസിന്റെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം വരുന്നത് അപ്രോക്സിമേറ്റ്ലി 150 രൂപയാണ് പെർ ഷെയറിന്. നമ്മളിപ്പോൾ ഈ കമ്പനിയുടെ IPO ഡീറ്റെയിൽസ് നോക്കി, അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് ലാൻഡ്സ്കേപ്പ് നോക്കി, അവരുടെ ഗ്രോത്ത്, കഴിഞ്ഞ കാലങ്ങളിലെ ഗ്രോത്ത് നോക്കി. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എന്തിനാണ് ഞാൻ ഈ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊന്ന് അനലൈസ് ചെയ്യാം. ആദ്യം തന്നെ ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺ ആയിട്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന കാര്യമാണ് അവരുടെ സ്ട്രോങ് റവന്യൂ ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഗ്രോത്ത്. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു മെയിൻ റീസൺ ആണ് AI ഡ്രിവൻ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ സർവീസ്. അതാണ് നമുക്ക് രണ്ടാമതായി എടുത്തു പറയാൻ പറ്റുന്ന ഒരു സ്ട്രെങ്ത് ആയിട്ട്, ഈ കമ്പനിയുടെ ഒരു മെയിൻ പോയിന്റ് ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം. മൂന്നാമതായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നതാണ് ഡൈവേഴ്സിഫൈഡ് ഇൻഡസ്ട്രി എക്സ്പോഷർ റെഡ്യൂസിംഗ് റിസ്ക്. അതായത് ഈ ഒരു മേഖല ഫ്യൂച്ചറിൽ വളരാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ ഗ്രോത്ത് എന്തായാലും ഉയരാനാണ് സാധ്യത. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഗ്രോത്തും നമ്മളുടെ ഷെയറും മൂല്യവും വളരാനാണ് സാധ്യത. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഹെക്സാവെയർ ടെക്നോളജീസ് എന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള ഒരു IPO ഡീറ്റെയിൽസ് ആണ് പറഞ്ഞത്. IPO ബാൻഡ് റേറ്റ് എന്നാണ് ആരംഭിക്കുന്നത്, എന്നാണ് അവസാനിക്കുന്നത്, അതുപോലെ തന്നെ ഈ കമ്പനിയുടെ കഴിഞ്ഞ കാലങ്ങളിലെ ഫിനാൻഷ്യൽ പെർഫോമൻസ്, അതുപോലെ തന്നെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം, എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോ ആണ് ചെയ്തത്. ഇതുപോലുള്ള ഫാമിംഗ് റിലേറ്റഡ്, മണി റിലേറ്റഡ്, അതുപോലെ തന്നെ ബിസിനസ് റിലേറ്റഡ് കോഴ്സ് വീഡിയോസ് ഫ്രീഡം ആപ്പിൽ അവൈലബിൾ ആണ്. ഇതുവരെ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ഫ്രീഡം മലയാളം മണി ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇനി ഏത് തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകളാണ് വേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിലും രേഖപ്പെടുത്തൂ.